മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി ആകെ നിന്നിട്ട് പരുങ്ങാണ് കേട്ടോ. അതേസമയം സീമന്തിനെയും അതുപോലെ തന്നെ പ്രതാപനും മുത്തശ്ശിയും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, എന്നാ നീ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, നീ എന്താ ഇവിടെ വല്ല വഴിപാടും കൊടുത്തിട്ടുണ്ടോ, നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുകയാണ്, അതെ എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, കണ്ണൻ്റെ നീ ഒരുപാട് കാലമായല്ലോ കണ്ണന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് ഒരിക്കലും ഒരു എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ. അതേസമയം സീമന്തിനിയും പറയുകയാണ്, ശരിയാണ്, കണ്ണനെ പ്രാർത്ഥിച്ച് നീ ഞങ്ങളെയൊക്കെ ഒരു വിധത്തിലാക്കിയല്ലോ, ഒരു അമ്മാവനാണെങ്കിൽ അവിടെ വീൽ ചെയറിലാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, അവനെ ഒരുപാട് സ്വത്തുക്കളുണ്ടല്ലോ, ആ സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്ന് അവനെ പണ്ട് തീർച്ചയായിട്ടും അറിയായിരുന്നു. പക്ഷെ ആ സ്വത്തുക്കൾ മുഴുവൻ കുറേയൊക്കെ നിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ഒരുപാട് ഇതായി എന്നിങ്ങനെ പറയണം. അതിനെ അവൾ തോമസ് വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കുറേ പൈസ ചിലവാക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഒരു മെച്ചവും നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ, അവന് കണ്ണന് കിട്ടിയിട്ടില്ലല്ലോ, ഒരുപാട് പൈസകൾ നീ അവിടെ പൊടിക്കണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയണം, അതിനെ തോമസ് വൈദ്യർ കല്യാണം കഴിയാത്ത ആളാണ്, ഇവളും അയാളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇവൾ അടിക്കടിക്ക് അവനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്, അവനാണെങ്കിൽ ഒന്നും അറിയണില്ല എന്നൊക്കെ പറയണം കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി അതിന് നല്ല ഉത്തരം കൊടുക്കുന്നുണ്ട്, ഇനി മേലിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ബാക്കി എന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രതാപനെയും മുത്തശ്ശിയും നല്ലപോലെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അതേസമയം സീമന്തിനി പറയുകയാണ്, ഞാനിനി ഇല്ല സംസാരിക്കാനേ എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അതേസമയം കണ്ണൻ അതെല്ലാ സമയത്തും മറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നീട് മഹാലക്ഷ്മി വന്ന് കണ്ണനോട് പറയുകയാണ്, കണ്ണേട്ടാ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ കണ്ണൻ പറയാണ്, ഇവരെന്താ ഇങ്ങനെ, ഈ പ്രതാപൻ തന്നെയായിരുന്നു നിന്നെ കല്യാണം ആലോചിച്ചിട്ട് മുൻകൈ എടുത്തത്, അവസാനം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നീ എന്നെ കല്യാണം കഴിക്കില്ല എന്നായിരുന്നു ഞാൻ കരുതിയത്, പിന്നീട് നിനക്ക് സമ്മതമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖഭാവം തന്നെ മാറിയിരുന്നു എന്ന് പറയും. ഇവർ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവർ ചെയ്യുന്നതിനൊക്കെ കാരണമുണ്ട് കണ്ണേട്ട എന്നിങ്ങനെ പറയണം. ഒരിക്കലും മഹാലക്ഷ്മി അത് വിട്ടു പറയുന്നില്ല കേട്ടോ. പിന്നീട് അവർ വീട്ടിലേക്ക് വരികയാണ്. അവർക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ദുർഗയും കരുണയും ഇങ്ങനെ വരുമ്പോൾ നോക്കുകയാണ് കേട്ടോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്. ഇല്ല, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല, അവർക്ക് ഇതുവരെയും ഒരു മാറ്റവും ഇല്ല. ഇവൾക്ക് വല്ല ആറാം ഇന്ദ്രിയം ഉണ്ടോ, അമ്മ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ, അല്ല അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ, ഇവർ അച്ഛനും മുത്തശ്ശിയും കൂടി അവിടെ പോയ സമയത്ത് ഇവൾ അവിടെ എത്തിയിരിക്കുന്നത്, ഇവൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ദുർഗ പറയുന്നത്. അവൾക്ക് എല്ലാം അറിയും മോളെ, നമ്മൾ അവളെ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും അവൾ അപ്പം തന്നെ ആ കാര്യങ്ങളെല്ലാം അറിയും എന്നിങ്ങനെ പറയുമ്പോൾ കരുണ പറയില്ല, അവൾക്ക് ഒരു കാര്യം അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നവും ഒരു കാര്യവും അറിയില്ലായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗ പറയണം, അത് നിനക്ക് വെറുതെ തോന്നുന്നതാ മോളെ, അവിടെ ഇരിക്കുമ്പോഴും ഇവൾക്ക് അറിയുമായിരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കരുണയും ദുർഗയും അവിടെ നിൽക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും കയറിയതും വാതിലടയ്ക്കുമ്പോൾ ഇവർക്കൊരു ഡൗട്ട് തോന്നുന്നു കേട്ടോ, ഇവരിപ്പോൾ പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കണുണ്ടല്ലോ എന്നിങ്ങനെ പറയണം. അല്ലെങ്കിൽ ഇവൾ കയറി കഴിഞ്ഞ് വന്ന് എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ അടുക്കളയിലേക്കാണ് വരിക, ഇവൾ എന്താ ഇപ്പോൾ വാതിലടയ്ക്കണത് എന്നിങ്ങനെ അവർക്കൊരു സംശയം വരികയാണ് കേട്ടോ. അതേസമയം സീമന്തിനി വന്നിട്ട് പറയണം സ്വാതിയും കൂടിയിട്ട് വാമദേവൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം, അവളെ അമ്പലത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഞാനിനി ഒന്നിനുമില്ല, നിങ്ങളും അതുപോലെ നിങ്ങളുടെ ശരീരം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ഒരു കളിക്കും പോവാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. വാമദേവൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. ആ വർത്തമാനം കേൾക്കാനേ വാമദേവന് ഇഷ്ടമില്ല. പിന്നീട് കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവർക്കൊക്കെ എന്താണ്, എനിക്ക് കാലിന് നടത്താൻ കിട്ടിയ എന്നൊരു സംശയമാണ്, എനിക്കിങ്ങനെ കാലിൻ്റെ സ്വാധീനം കിട്ടിയപ്പോൾ വാമേട്ടൻ അവിടെ ഇപ്പോൾ പൊട്ടിച്ചേറലായി, പക്ഷേ എൻ്റെ അച്ഛനെ അന്ന് കൊല്ലാൻ തീരുമാനിച്ചത് വാമേട്ടനാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യമാണല്ലോ ഈ കണ്ണേട്ടൻ പറയണതിന് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. പക്ഷേ കണ്ണൻ എല്ലാ കാര്യങ്ങളും കണ്ണൻ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പോവുകയാണ്.